പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ ABR ചാനൽ എബ്രാസി നടത്തുന്നുള്ളൂ. അതിലേക്ക് വന്ദനം. നമ്മൾ വേദപുസ്തക ബൈബിൾ എന്ന ദൈവത്തിൻ്റെ നിയമം, പ്രീ റിട്ടൺ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്, അതിൽ കൂടെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള എൻ്റെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നിത്യത മുതൽ നിത്യത വരെ എന്ന ശരിക്കും പറഞ്ഞ ബൈബിള് ആദിയിൽ എന്ന് പറയുന്നത് ടൈം സ്റ്റാർട്ട് ചെയ്തു. വെളിപ്പാട് പുസ്തകത്തിൽ അന്ത്യൻ പറയുമ്പോൾ ടൈം ക്ലോസ് ചെയ്തു. കാലം എന്ന് പറഞ്ഞ പിശാചിൻ്റെ നാളുകളാണ്. അവൻ ഇതിനെ കൈയടക്കി വെച്ച് കുടിയെടുപ്പുകാരനായി കിടന്ന് ഭൂമിയെ കോടി കോടി വർഷങ്ങൾ കിടന്ന് അതിനെ റിനോവേറ്റ് ചെയ്തെടുത്ത് പുതിയ അതേ ഒരു സംവിധാനം ആദാമിനെ ഹുവയും ദൈവം തൻ്റെ സ്വരൂപസാക്ഷി ഉണ്ടാക്കി ഭരണമേൽപ്പിച്ചെങ്കിലും സർപ്പത്തിന്റെ വേഷത്തിൽ, സർപ്പം പിന്നീട് വന്നതാണ്. ഈ ചതിയനായ ലൂസിഫർ, അർണോദയ ശുക്രൻ, ഹൗവായെ ഉപായത്താൽ ചതിച്ച് അത് ഈ ഭൂമി സകല ലോകം ദുഷ്ടന്റെ കയ്യിലാക്കി. അതാണ് സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചു. ഹൗവയെ ഉപായത്താൽ ചതിച്ചപ്പന ഉരസുകൊണ്ട് ഗമിക്കുന്നവനായി ദൈവം കൊടുത്ത ശാപമാണ്. മനുഷ്യർക്കുന്ന 10 കൊടുത്ത് 40 കൊടുത്ത പറഞ്ഞേക്കുന്നത്, അത് ഷാജിന് കൊടുത്ത് 10, അതായത് ഭൂമിക്ക് കൊടുത്ത് അത് സ്ത്രീക്കും കൊടുത്ത്, അങ്ങനെ 40 തരത്തിലാണ് കൊടുത്ത് 10 വെച്ച്. അതിൽ നിന്നുള്ള വീണ്ടെടുപ്പാണ് സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തർക്കും. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച്, രക്ഷിതാവിനെ കുറിച്ച്, വീണ്ടെടുപ്പുകാരനെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ആദിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യേശു ക്രിസ്തുവിന്റെ പേരാ. അന്ത്യൻ അതും യേശുവിന്റെ പേരാ എന്ന് പറഞ്ഞാൽ ഈ ഭൂമി നിത്യതയിൽ പിശാച് കുടിയെടുപ്പുകാരനായി അതിനെ നശിപ്പിച്ചു കളഞ്ഞെങ്കിലും അതിന് വീണ്ടെടുത്ത് വീണ്ടും നിത്യതയിലേക്ക് കൊണ്ടുപോകുന്ന, ദൈവത്തിനടുക്കിലേക്ക് കൊണ്ടുപോകുന്ന ആ സംവിധാനത്തിനാണ് ആദിയും അന്തവും എന്ന് പറയുന്നത്. ഇതിനാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്രമീകരണമാണ് ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിലൂടെ അവരെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ട് അവരിൽ കൂടെയാണ് ബൈബിള്. യഹൂദന് എന്ത് പ്രയോജനം ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ നിയമം, ദൈവത്തിൻ്റെ സകലം നിയമങ്ങൾ അവരെ ഏൽപ്പിച്ചിരിക്കുക ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ അവരും അല്പം ഒക്കെ നന്നായിയൊക്കെ വന്നപ്പോഴത്തെ അവരും അഹങ്കാരികളായ രാജാക്കന്മാർ വന്ന് ഇസ്രായേൽ രാജ്യം നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞത് ജാതികളിലേക്ക് വന്ന് ബാബിലോൺ സാമ്രാജ്യം, പിന്നീട് മേദോ പേർഷ്യ, അത് കഴിഞ്ഞ് മഹാൻ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഗ്രീസ് സാമ്രാജ്യം, അത് ഇപ്പം നിൽക്കുന്ന വ്യാപരിക്കുന്ന റോമാ സാമ്രാജ്യം, അതിൻ്റെ അതാ ജനാധിപത്യമൊക്കെ. അപ്പം ശലോമോൻ പണിത ദൈവാലയം അത് നെബൂഖദ്നേസർ ബാബിലോൺ രാജാവ് തകർത്ത് കളഞ്ഞെങ്കിലും കോരേശ രാജാവിനെ കൊണ്ട് 70 വർഷം കഴിഞ്ഞ് പണിതത് യേശു ക്രിസ്തു വരുമ്പോണ്ടോ നമുക്കറിയാമല്ലോ. അത് കഴിഞ്ഞ് യെശയ്യാവിലും യെരമ്യാവിലും എസെക്കിയേലിലും കൂടെ ഈ ദൈവരാജ്യത്തെ സ്ഥാപിക്കാനുള്ള സംവിധാനം ഭൂലോകത്തിനുള്ളത് അത് പറഞ്ഞു കൊടുക്കുന്നതാണ് അവരുടെ ചരിത്രം. ഫസ്റ്റ് വേൾഡ് വാർ, ഇസ്രായേൽ രാജ്യം അവരുടെ സാമൂഹ്യ അംഗീകാരം നഷ്ടപ്പെടുത്തി വീണ്ടും അത് സാമൂഹ്യ അംഗീകാരം കൊടുക്കുന്നതാണ് ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ. അതാ യെശയ്യാവ്. സെക്കൻഡ് വേൾഡ് വാർ യെരമ്യാ പ്രവാചകന്റെ പുസ്തകം അവർ രാഷ്ട്രീയ അംഗീകാരം നഷ്ടപ്പെട്ടു പോയി. BC 600 ബാബിലോൺ സാമ്രാജ്യത്തെ കൊണ്ട്. അത് വീണ്ടും അത് രാഷ്ട്രീയ അംഗീകാരം കിട്ടുന്നതാണ് സെക്കൻഡ് വേൾഡ് വാർ കഴിയുമ്പോൾ 48. അതാ യെരമ്യാ പ്രവാചകൻ പറഞ്ഞതും. ഇനി അവർക്ക് ഇപ്പോഴും യേശു ക്രിസ്തു വരുമ്പോഴും ദൈവാലയം ഉണ്ടായിരുന്നു എങ്കിലും അത് ഹെരോദാവിൻ്റെ കാലത്ത് 46 വർഷം പുതുക്കപ്പെട്ടതാണ്, എങ്കിലും രാഷ്ട്രമില്ലായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാതെ വന്നപ്പോൾ, കാരണം ഈ ദൈവാലയത്തിൻ്റെ ഇരിക്കേണ്ടത് രാജാവിൻ്റെ കൊട്ടാരമായിട്ടുമുണ്ട്. അത് ദൈവാലയം, ദൈവത്തിൻ്റെ ആലയം. അത് അവരെ അംഗീകരിക്കാതെ യേശുവിനെ ക്രൂശിച്ചത് പോകാൻ ജാതികൾക്ക് മുഴുവൻ രക്ഷ വന്നു. അതാണ് യെശയ്യാവ്, യെരമ്യാ, എസെക്കിയേൽ അത് വെളിപ്പാട് പുസ്തകത്തിലൂടെ തരുന്നത്. അങ്ങനെ 2 ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞ് 3ാമത്തെ ലോകമഹായുദ്ധത്തിലാണ് ജാതികളുടെ കാലം തികയോളം ജാതിയിൽ യെരൂശലേം ചവിട്ടിക്കളയണം. അവിടെ നിന്ന് ജാതി പള്ളികൾ ആ ഡോമ തുറക്കും അലക്സായും. 3ാം ലോകമഹായുദ്ധത്തിൽ വിശുദ്ധന്മാരുടെ ദൈവങ്ങളുടെ പ്രത്യാശ
ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തോടുകൂടെ ജീവിക്കാനാ. അനുസരണക്കേട് കാണിച്ചപ്പോഴാണ് മരണമുണ്ടായത്, മരിക്കുന്നത്. വീണ്ടും അവരെ ഉയർപ്പിച്ച്, അതുകൊണ്ടാണ് യോബ് ചോദിക്കുന്നത്, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? മനുഷ്യൻ പ്രാണൻ വിട്ടാലും എങ്ങോട്ട് പോകും? ദൈവമക്കൾ സ്വർഗത്തിലേക്കും, അതല്ലാത്തവര് ദൈവമായിട്ട് ബന്ധമില്ലാത്ത നിരീശ്വരവാദികള്, യുക്തിവാദികള്, അന്യദൈവങ്ങളെ ആരാധിക്കുന്നവരുടെ എല്ലാ ആത്മാവ് പാതാളത്തിലേക്കും, അത് ഭൂമിക്കകത്തേക്കും. അത് കഴിഞ്ഞ് യേശുക്രിസ്തു വന്ന് 1000 വർഷം ഭരിച്ചു കഴിയുമ്പോൾ അത് ഈ കോടതി വെച്ച് ഇവരെല്ലാം ഇതേ ശരീരം നേറ്റ് സെൻട്രൽ ജയിലിലേക്ക് വയ്ക്കും, അതായത് നരകത്തിലേക്ക്. അപ്പൊ അതിൻ്റെ ആ ഉദ്ധാരണം, അതിൻ്റെ ക്രമീകരണമാണ് പ്രീ റിട്ടേൺ ഹിസ്റ്ററിയായി. ഉൽപ്പത്തി ആദിയിൽ ദൈവം ആകാശം തുടങ്ങി, വെളിപ്പാട് പുസ്തകത്തിൽ ഞാൻ ആദ്യനും അന്ത്യനുമായി അത് പറഞ്ഞിരിക്കുന്ന വെളിപ്പാട് പുസ്തകം അത് നിത്യത ആരംഭിക്കുക. പ്രൈസ് ദി ലോർഡ്. ആ ചരിത്രമാണ് ബൈബിള്. യേശു ക്രിസ്തു മടങ്ങി വരാൻ സമയമായിരിക്കുക ലോകത്തിലേക്ക്. അതിന് ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞ് സെക്കൻഡ് വേൾഡ് വാർ ഇസ്രായേൽ രാജ്യം കിട്ടി. ഇനിയും കിട്ടുന്ന ദൈവാലയമാണ്. അത് തേർഡ് വേൾഡ് വാറിൽ ആണ് അത് കിട്ടുന്നത്. കാരണം അതിന് പുതിയ സഭ അവരെ തള്ളിക്കളഞ്ഞ് അവരുടെ ഭ്രംശൻ ലോകത്തെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവിടെ അംഗീകാരം മരിച്ചോട് ഉയർപ്പെന്നല്ലാതെ. ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞ പുതിയ നിയമസഭ ഉണ്ടായതുപോലെ പുതിയ നിയമസഭയെ സ്വർഗത്തിലേക്ക് മരിച്ചുപോയ ആൾക്കാർ ഉയർന്നേറ്റ് കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകുമ്പോഴത്തേക്കാണ് അത് അവരുടെ അംഗീകാരം, ദൈവാലയ സ്ഥലം അവർ തിരിച്ചു കിട്ടുന്നത്. അത് തേർഡ് വേൾഡ് വാർ. അത് ഇസ്രായേൽ കൊടുത്ത പെരുന്നാളുമായിട്ട് ഘടിപ്പിച്ച് പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു, പാപമാകുന്ന വെളുപ്പിനെ മാറ്റി, അത് കർത്താവ് ഉയർന്നേറ്റ് നമ്മൾ സ്നാനമായിട്ട് നമ്മൾ കർത്താവിനെ സറണ്ടർ ചെയ്യുന്നു. അത് ദൈവം അങ്ങേരുടെ പരിശുദ്ധാത്മനാൻ പ്രാപിച്ച ദൈവമക്കൾ. അടുത്ത പെരുന്നാളെന്ന് പറയുന്നത് പെന്തിക്കോസാ. പെന്തിക്കോസ് 5ാമത്തെ പെരുന്നാള്. ആ പെന്തിക്കോസിൽ പരിശുദ്ധാത്മനാൻ പ്രാപിച്ച കർത്താവിൻ്റെ വരവൻ നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഉള്ള മരിച്ചുപോയാലും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാൽ ഉയർന്നു നിൽക്കും, ജീവനോട് ഇരിക്കുന്നവരാരും മരണം കാണുകയില്ല എന്ന് പറഞ്ഞ ആ വചനം നിവൃത്തിയാകാൻ ലാസറോട് പറഞ്ഞതാ, യേശു നേരിട്ട് പറഞ്ഞതാ. അത് നിവൃത്തിയാകുന്ന സമയമാണ് മൂന്നാം ലോകമായുദ്ധം. അത് കാഹളത്തിന് പെരുന്നാളും. ദൈവത്തിന്റെ കാഹളം കേൾക്കും, മരിച്ച വിശുദ്ധന്മാരെ ഇവിടെ കയറി വരുവീൻ എന്നുള്ള ശബ്ദം കേൾക്കും. 4ാം ലോകമായുദ്ധം. അത് കാഹളത്തിന് പെരുന്നാൾ ഇസ്രായേലിന്റെ ആണ്ടുപിറപ്പായ 7ാം മാസം തിസരിയ മാസം 1-ാം തീയതി. അത് 3 ദിവസം കൊണ്ടാണ് ലോകത്തിൽ നടക്കുന്നത്. ഒരേ ടൈമാണ്, പക്ഷേ 3 ടൈം സോൺസ് ആയിരിക്കും. ആ തേർഡ് വേൾഡ് വാറിൽ ഈ മരിച്ചുപോയ വിശുദ്ധന്മാർ ഉയർന്ന് സ്വർഗത്തിൽ പോകുന്നത് പോലെ അടുത്ത അത് അവരുടെ യാക്കോബിന്റെ ഘട്ടകാലം എന്ന് പറയുന്നത്, അവിടെ യാക്കോബിനെ അവരുടെ ശിക്ഷ, യേശുവിനെ ക്രൂശിച്ചല്ലോ, സ്വന്തത്തിലേക്ക് വന്ന് യേശുവിനെ രക്ഷിക്കാൻ വന്ന് യേശു രക്ഷിതാവായി വന്ന അവരുടെ വംശത്തിൽ പിറന്ന് അബ്രഹാമിന്റെ പുത്രനായി ദാവീദിന്റെ പുത്രനായി മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ വന്ന അവരെ കൂടെ ക്രൂശിച്ചു. ലോകമുണ്ട്, എല്ലാവരും ഉണ്ട്. ആ ക്രൂശിന്റെ യേശുവിനെ ശിക്ഷിച്ചതും അതുൾപ്പെടെ ശിക്ഷ മേടി രാജാക്കൾ തമ്മിൽ കഴി ദൈവാനത അനുസരണക്കേട് കാണിച്ചവരെ ശിക്ഷിച്ച് അവർ 2520 വർഷം അവർ ലോകത്ത് അലഞ്ഞിടുന്നു. അവർക്ക് 48 സ്വതന്ത്രരാഷ്ട്രം കിട്ടിയും ദൈവാലയം കിട്ടിയിട്ടില്ല. അതിന് പുതിയ നിയമസഭ പോകണം. പുതിയ നിയമസഭയുടെ ഉൾപ്രാപണം മരിച്ചവർ അക്ഷരായി പഴയ പുതിയ നിയമ വിശുദ്ധന്മാർ ഒരുമിച്ച് ഉയർത്ത സ്വർഗത്തിലേക്ക് പോകുന്നതാണ് അത് തേർഡ് വേൾഡ് വാർ. അത് കാഹളത്തിന് പെരുന്നാൾ. അത് കഴിഞ്ഞ് അതിൻ്റെ 7ാം മാസം 1-ാം തീയതിയാണ് കാഹളത്തിന് പെരുന്നാൾ. 10-ാം തീയതി പാപപരിഹാര പെരുന്നാൾ അവരുടെ യാക്കോബിന്റെ കഷ്ടകാലം ആരംഭിച്ച് അത് ദൈവാലയത്തിൽ തറക്കല്ലിടും. ആദ്യത്തെ 3.5 വർഷം അതിന് സഹായിക്കുന്ന ആന്റി കെർസ് എന്ന് പറയുന്ന യൂറോപ്യൻ യൂണിയൻ അതിനുവേണ്ട സകല സന്നാഹങ്ങളും റെഡിയാക്കി കൊടുത്ത് ദൈവാലയത്തിന് പണി പൂർത്തി 1260 ദിവസം കൊണ്ട് പൂർത്തിയാകുമ്പോൾ ആന്റി ക്രിസ്തു പറയും, ഇതിന്റെ ഉദ്ഘാടനത്തിന്റെ ഡെഡിക്കേഷൻ എന്നെ കൂടെ കൂട്ടണമെന്ന് പറയും. അതിൽ 7 പുരോഹിതന്മാർക്കുള്ളതാ, അത് വേറെ ആർക്കും വരില്ല. അവർ പറയും പറ്റുമല്ലെന്ന്. ദൈവാദിന പ്രകാരം 7 പേർക്കുള്ളതാ നടക്കുന്നു. എന്നാൽ ഇവിടെ മതം വേണ്ട. മതം വേണ്ട എന്നുള്ളതുകൊണ്ട് ഇവനെ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന അത് റോമാ നഗരത്തിന്റെ അധിപതിയായ അത് പോപ്പ് ഉൾപ്പെടെയുള്ളവർ ഇവനെ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ യെരുശലേം ദൈവാലയം അവൻ പിടിച്ചെടുത്ത് അടുത്ത 3.5 വർഷം ഇവന്റെ അധിപത്യ. മാത്രം ഇവന് സപ്പോർട്ട് ചെയ്ത റോമാന്തൂരം കത്തിച്ചു കളയും. ഇനി മതം വേണ്ട, ലോകത്തിൽ മതമില്ല, മതമില്ലാത്തൊരു വല്ലാത്ത അതിൻ്റെ ഭാഗമായി ഇപ്പം കാണുന്ന മുഴുവൻ. അത് കഴിഞ്ഞാൽ ഉടൻ 1260 ദിവസം കൊണ്ട് പണി പൂർത്തി ഉദ്ഘാടനത്തിന് ഇവനിത് ആവശ്യപ്പെടുമ്പോൾ അത് ഇസ്രായേൽ മക്കളെ അവിടുന്ന് സമ്മതിക്കാതെ അവരവിടുന്ന് പിടിച്ച് കൊല്ലുവാനും അവർ ഓടി രക്ഷപ്പെടുന്ന സ്ഥലം പെട്ര.
അതിനാണ് സൗദി അറേബ്യയിൽ കൂടിയുള്ള മരുഭൂമിയിൽ കൂടി ഓടിപ്പോകാനാണ് 4-wheel ഡ്രൈവ് എന്ന് പറയുന്ന വണ്ടികളെല്ലാം ഇന്ന് ഈ മരുഭൂമിയിൽ ഓടിക്കാനാണ് അത് മിഡിൽ ഈസ്റ്റ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. സ്തോത്രം. പെട്രോൾ ദൈവരെ 3.5 വർഷം സൂക്ഷിക്കും. അതെ, 3.5 വർഷം സൂക്ഷിക്കുമ്പോൾ 4-ാം ലോകമാകത്തിൽ അവർ ഹല്ലേലൂയ അവിടെ പോയി രക്ഷപ്പെടും. അടുത്ത 3.5 വർഷം 1090 ദിവസം എടുക്കേണ്ടിയ 7-ാം വർഷം വരെ യാക്കോബിന്റെ ഘട്ടകാലം എന്ന് പറയുന്നത് യെരമ്യാ 30:7 പറയുന്ന ആ കാലഘട്ടത്തിൽ അത് ആ നാളിൽ ചുരുങ്ങാൻ ഒരു ജനവും രക്ഷപ്പെടുകയില്ല എന്ന് പറഞ്ഞതുപോലെ 5-ാം ലോകത്തിലേക്ക് പോകും. അപ്പൊ 4-ാം ലോകമാകത്തിൽ 2 ബാക്ക് ടു റോമാ നഗരം. ഇന്നത്തെ റോമാ നഗരം അത് ബാബിലോൺ, ഷിനാർ. അത് കായിന്റെ ഷിനാർ വരുന്ന അവിടെ പണിതില്ലേ? സ്തോത്രം. ആ സ്വർഗത്തോട് വിത്ത് അത് ഷിനാർ ദേശത്ത് ബാബിലോണില്. അതിന്റെ ഫൈനൽ സ്റ്റേജാണ് റോമാ നഗരം എന്ന് പറഞ്ഞ മഹദിയാം ബാബിലോൺ. ഒരു മനുഷ്യൻ ഉയരാൻ പറ്റുന്ന ഏറ്റവും വലിയ ലോകം മുഴുവൻ ഭരിക്കത്തക്ക രീതിയിൽ ദൈവത്തിന് പകരം ഭരിക്കാനായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്ന അതിന് കത്തിച്ച് കളയുന്ന അത് അന്തികളിൽ വെളിപ്പാട് പുസ്തകം 12, 17, 18 അധ്യായങ്ങളും. അതാണ് മഹദിയാം ബാബിലോൺ. റോമാ നഗരത്തിൽ പ്രതീകാത്മനാമാണെന്ന് POC ബൈബിളിന്റെ ഫുട്നോട്ടിലും 17 എഴുതിയിട്ടുണ്ട്. സ്തോത്രം. നമ്മുടെ കർത്താവ് വരാറായിരിക്കുന്നു. അത് 4th വേൾഡ് വാർ 4-ാം ലോക മഹായുദ്ധത്തിലാണ് ദൈവാലയം പിടിച്ചെടുത്ത് അത് മനുഷ്യര് ദൈവമില്ലാത്തവരായി വല്ലാത്ത പട്ടിണി സ്തോത്രം. അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്ക് ലോകത്തിലെ ഈ വൻശക്തികളെ അമേരിക്കയുടെ 3rd വേൾഡ് വാറുണ്ട്, അമേരിക്കയുടെ ഗ്യാസ് പോവും. 4th വേൾഡ് വാറിൽ ഒന്നും അമേരിക്കയൊന്നുമില്ല, യൂറോപ്യൻ യൂണിയനും ഇല്ല. അത് കഴിയുമ്പോഴത്തേക്ക് ആന്റി ക്രൈസ്റ്റ് ആയിരിക്കും യൂറോപ്യൻ യൂണിയന് പകരം വരുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ UNOയ്ക്ക് പോലും. 1st വേൾഡ് വാർ കഴിഞ്ഞപ്പോഴത്തേക്ക് ലീഗ് ഓഫ് നേഷൻസ് തട്ടിപ്പോയി. 2nd വേൾഡ് വാർ UNO തകർന്നു. അതിന് വരെ യൂറോപ്യൻ യൂണിയൻ ആ രംഗത്ത് വരുന്നത്. അതിൻ്റെ ഫൈനൽ മേനാണ് ആന്റി ക്രൈസ്റ്റ്. ആന്റി ക്രൈസ്റ്റിന്റെ ഫുൾ പവറിലേക്ക് വരുന്നതാണ് അത് 4th വേൾഡ് വാർ. അവനാൽ ലോകം മുഴുവൻ ഭരിക്കാൻ മണിപ്പന്തിൽ കിട്ടും യെരൂശലേമിൽ. സ്തോത്രം. എന്തു പറ്റും? അവന് ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ എന്ന് പറയുന്ന കിഴക്കൻ രാജ്യങ്ങൾ കൂടി അറ്റാക്ക് ചെയ്തതിനെ പറ്റി അത് അടുത്ത പ്രാവശ്യത്തെ പറയാം. എങ്ങനെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന അതേ ആകെയുള്ള 6 ലോകമഹായുദ്ധങ്ങളിൽ നമ്മളിപ്പം 1st വേൾഡ് വാർ, 2nd വേൾഡ് വാർ, 3rd വേൾഡ് വാർ, അത് 4th വേൾഡ് വാറും കണ്ട്. 1st വേൾഡ് വാർ ഇസ്രായേലിൻ്റെ സാമൂഹ്യ തിരസ്കരണവും അംഗീകാരവും യെശയ്യാവിൽ കൂടിയും രാഷ്ട്രീയ അംഗീകാരവും രാഷ്ട്രീയ തിരസ്കരണവും അവരുടെ യെരമ്യാവിൽ കൂടിയും ദൈവാലയത്തിൻ്റെ അതിൻ്റെ തിരസ്കരണവും അതിൻ്റെ അംഗീകാരണം എസെക്കിയേൽ പ്രവചനത്തിലും കിട്ടും. നമ്മൾ അതിൻ്റെ ഉദ്ഘാടനമാണ് 4-ാം ലോകമായുദ്ധത്തിൽ കണ്ടത്. അത് ദൈവാലയത്തിൽ ഇനിയും യാഗം പാടില്ല. അതുകൊണ്ട് യാഗം നടത്താൻ ക്രമീകരണം വരുമ്പോഴത്തെ ആന്റി ക്രൈസ്റ്റിനെ അത് ദൈവം അങ്ങ് അനുവദിക്കുക, അവൻ അറ്റാക്ക് ചെയ്ത് പിടിച്ചെടുക്കുന്നത്. അതോടെ ഇനിയൊരു യാഗവും ശേഷിക്കുന്നില്ല. യേശു ക്രിസ്തുവിലെ പരമയാഗം അതിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ ഓരോരു വേണ്ടി അത് മനുഷ്യൻ ദൈവത്തിനോട് ജയിക്കാനായിട്ടാണ്. ആ ദൈവത്തോടുകൂടെ ഇതാ മനുഷ്യരോട് ദൈവത്തിൻ്റെ അതേ സ്തോത്രം ആലയം. പ്രൈസ് ദി ലോർഡ്. അതാണ് പുതിയ യെരൂശലേം. വെളിപ്പാട് 21-ാം അധ്യായത്തെ അതിനായി ഒരുങ്ങുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ സ്വന്തം പാസ്റ്റർ ജോസ് പീറ്റർ. അത് എൻ്റെ ഫോൺ നമ്പർ 9037528165. അതെ, നിങ്ങൾക്ക് എൻ്റെ സംശയങ്ങളോ ഇതിനെക്കുറിച്ച് കാര്യങ്ങളോ അറിയാനുള്ളത് കഴിഞ്ഞ 60 വർഷത്തെ എൻ്റെ ബൈബിൾ സ്റ്റഡി കൊണ്ട് ഞാൻ പഠിച്ചതും അതിൻ്റെ കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്യുവാൻ താല്പര്യമുണ്ട്. യു ക്യാൻ കോൾ മീ. ആമേൻ. നമ്മുടെ കർത്താവ് വരുന്നു. മാറാനാഥ. ആമേൻ. അതെ, കർത്താവെ എൻ്റെ മക്കളെ അനുഗ്രഹിക്കണം. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കണം. നിത്യതയ്ക്കായി ഞങ്ങൾ ഒരുക്കണം. ലോകത്തോട് സംസാരിക്കണം. ആത്മാവിൽ നിറയ്ക്കണം. ആത്മാവിൽ ശക്തിപ്പെടുത്തണം. വരുവനെ ഒരുക്കണം. സകല മനുഷ്യരെ രക്ഷിക്കണമേ. കേൾക്കുന്ന ആരും നഷ്ടപ്പെട്ടു പോകാനിടയാകാതെ വരുവനൊരുക്കണം. മശിഹാ മൂലം കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. സ്തോത്രം. മാറാനാഥ. താങ്ക് യു.